Leasing Limited. നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. SFI പ്രതിഷേധത്തിനെതിരെ വീണ്ടും ആഞ്ഞടിച്ച് ഗവർണർ. കണ്ണൂരിൽ എത്രയോ പേരെ കൊന്നവരാണ് കോലം കത്തിച്ചത്. പ്രതിഷേധ നാടകത്തിന് മുഖ്യമന്ത്രിയുടെ പിന്തുണയെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. മതമേലധ്യക്ഷന്മാരുമായുള്ള പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയെ വിമർശിച്ച് മുഖ്യമന്ത്രി. BJPയുടെ ക്രൈസ്തവ സ്നേഹം കാപട്യം. 4 വോട്ടിനു വേണ്ടി മണിപ്പൂരിലെ അതിക്രമം കണ്ടില്ലെന്നടിച്ചെന്നും പിണറായി വിജയൻ. ബിഷപ്പുമാർക്കെതിരെയുള്ള സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്കെതിരെ KCBC. ജപ്പാൻ തീരത്ത് വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രത രേഖപ്പെടുത്തി. വിവിധയിടങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. ടോക്കിയോയിൽ കൺട്രോൾ റൂം തുറന്ന് ഇന്ത്യൻ എംബസി. റോഡ് ഉപരോധിച്ച് ശബരിമല തീർത്ഥാടകർ. ടോക്കൺ അനുസരിച്ച് വാഹനങ്ങൾ പമ്പയിലേക്ക് വിടുന്നതിൽ തർക്കം. പോലീസ് ഇടപെട്ടിട്ടും പ്രശ്ന പരിഹാരമായില്ല. സിൽവർ ലൈൻ പദ്ധതിക്ക് ദക്ഷിണ റെയിൽവേയുടെ ചുവപ്പുകൊടി. നിലവിലെ അലൈൻമെന്റ് കൂടിയാലോചനകളില്ലാതെയെന്ന് റിപ്പോർട്ട്. പദ്ധതിയിൽ കേന്ദ്രത്തിന് താൽപര്യമില്ലെന്ന് മന്ത്രി V മുരളീധരൻ. തിരുവല്ലത്തെ ഷഹനയുടെ ആത്മഹത്യയിൽ പ്രതികൾക്ക് പോലീസ് സഹായം. കടക്കൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ വിവരങ്ങൾ ചോർത്തി നൽകി. നവാസിനെതിരെ നടപടിക്ക് ശുപാർശ. പുതുവർഷത്തിൽ ഭയപ്പെടുത്തി മമ്മൂട്ടിയുടെ ഹൊറർ ത്രില്ലർ. ഭ്രമയുഗത്തിന്റെ 2ാം പോസ്റ്റർ പുറത്ത്. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തനിക്കെതിരായ SFIയുടെ പ്രതിഷേധത്തെ മുഖ്യമന്ത്രി അനുകൂലിക്കുന്നു. മുഖ്യമന്ത്രിയാണ് പ്രതിഷേധത്തിന് അനുമതി നൽകുന്നതെന്നും ഗവർണർ തിരുവനന്തപുരത്ത് പറഞ്ഞു. അതേസമയം ബില്ലുകളിൽ സർക്കാർ കൃത്യത വരുത്താത്തതിനാലാണ് താൻ ഒപ്പുവയ്ക്കാത്തതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. They are only displaying or demonstrating